നല്ല മുഴുത്ത പച്ച നെയ്മത്തി ഇട്ടിട്ടുണ്ട്. കുറേ നാളായി നെയ്മത്തിയൊക്കെ കഴിച്ചിട്ട്. മത്തി കൊണ്ടുവന്ന പാടെ അമ്മച്ചി പെട്ടെന്ന് വെട്ടാനങ്ങ് ഇറങ്ങി കേട്ടോ. പരിഞ്ഞിലൊക്കെ ഉള്ള മത്തിയായിരുന്നു കിട്ടിയത്. അപ്പം അമ്മച്ചി മത്തി വെട്ടി തീരുമ്പോഴത്തേക്ക് ഞാനത് കറിയാക്കാമെന്ന് വിചാരിച്ച്. മത്തി കുടംപുളിയൊക്കെ ഇട്ട് മുളക് കറി വെക്കാമെന്ന് വിചാരിച്ച്. വേറെ കറിയുണ്ട്, 5-6 ചൂട ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് തേങ്ങാക്കറി വെക്കാമെന്ന് വിചാരിച്ച്. അതുകൊണ്ട് മത്തി മുളക് കറി വെക്കാമെന്ന് വിചാരിച്ച്. അതുമാത്രമല്ല, വേറൊരു കാരണം കൂടെ ഉണ്ട്. ചെറിയൊരു കഷ്ണം ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടുത്ത വീട്ടിൽ നിന്ന് കിട്ടിയ ഒരു 10-15 ചുളയെ കാണത്തുള്ളൂ. അപ്പോൾ അത് വേവിക്കുന്നുണ്ട്. അപ്പം അതിന് നമ്മൾ കുടംപുളിയൊക്കെ ഇട്ട മുളകിട്ട നല്ല മത്തിക്കറിയും കൂടെ ആണെങ്കിൽ എങ്ങനെ ഇരിക്കുമോ? പറയുമ്പോഴേ വായി വെള്ളം വരിക. അങ്ങനെ എന്തുവായാലും നമ്മുടെ നെയ്മത്തി മുളകൊക്കെ ഇട്ട് കറിയായി റെഡിയായിട്ടുണ്ട്. പിന്നെ പറഞ്ഞതുകൂട്ട് ചൂട ഇരിപ്പുണ്ടായിരുന്നു. അത് തക്കാളിയൊക്കെ ഇട്ട് തേങ്ങാക്കറി വെച്ച് ചൂട മീൻസ് നെത്തോലി. പിന്നെ പരിഞ്ഞിൽ തോരൻ. ഇനി ആ ചക്ക വേവിച്ചതിനകത്തോട്ട് ആ മത്തിക്കറി അങ്ങോട്ട് ഒഴിച്ചൊന്ന് പെരട്ടി ആ മത്തിയും പരിഞ്ഞിലും ചൂടയും എല്ലാം കൂടെ പെരട്ടി ഒന്ന് കഴിച്ച് നോക്കി. ഒന്നും പറയണ്ട, ഇത് പോരെ ഊണിന്. ഇന്നത്തെ ഊണ് കുശാല്. എനിക്ക് ഇതിനൂടെ ചോറൂടെ പെരട്ടി കഴിക്കുന്നത് ഇഷ്ടമല്ല കേട്ടോ. ഇത് മാത്രം മതി, അതാ ബെസ്റ്റ്.